നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ പേജിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിൽ എല്ലാവർക്കും അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മാത്രമേ അത്തരം വിശദാംശങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ. അതിനായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ പോലും ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. എല്ലാത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ശൂന്യതയാണ് ഈ വ്യക്തിയെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയത്. ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വളരെയധികം യാദൃശികമായിട്ടുള്ള ഒരു സെപ്പറേഷൻ പീരീഡിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേർപിരിയലിൻ്റെയും രണ്ടുപേരുടെയും ആ ഒരു സാന്നിധ്യമില്ലായ്മ അതങ്ങേയറ്റം ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആദ്യമേ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടോ ചിന്താഗതിയോ തീരുമാനമോ ഇല്ലാതിരുന്നതാണ് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഈ പ്രണയബന്ധത്തെ കൊണ്ടുപോയത്. ഇവിടെ തീർത്തും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, ചിന്താഗതികൾ, അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പലവർക്കും ഇടം കൊടുത്തു, പലവരെയും വിശ്വസിച്ചു, മറ്റു ചിലവരെയും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവിടെ തീർത്തും ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് തലത്തിലേക്ക് പോയാലാണ് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പല വിധത്തിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ യാതൊരു തരത്തിലും ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ച് മാപ്പ് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മനസ്സൊന്ന് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത വ്യക്തി ഈ പേഴ്സൺ തന്നെയായിരിക്കും. അത്രമാത്രം വിങ്ങിപ്പൊട്ടിയ മനസ്സോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരാരുമായിട്ട് തന്നെ ഈ വ്യക്തിക്ക് ഇത് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാ സത്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്താണ് ഉള്ളത്. ആ ഒരു കൃത്യമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. ഇവിടെ പലവരും ഈ വ്യക്തിയെ മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു അടിമയാകുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോളിലേക്ക് പോകുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർത്തിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരെല്ലാവരെയും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്ന ഒരു തലത്തിലെ ആൾക്കാരാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും പെട്ടെന്ന് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണോ പുറമെ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവര് മോശപ്പെട്ട വ്യക്തിയാണോ, ഫ്രോഡാണോ, അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയാണോ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ വ്യക്തിയെ കൊണ്ട് അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ തീർത്തും അതിശക്തരായിട്ടുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്നത് സ്ത്രീകളായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാണ്. ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ ഒരു നിമിഷമെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ ഈ വ്യക്തിക്ക് അത്രയും സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വകവെക്കാതെ അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് ധൈര്യപൂർവ്വം പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ ഈ ഒരു മാനസികപരമായിട്ടുള്ള ധൈര്യം കണ്ടിട്ട് ഈ വ്യക്തിക്ക് തന്നെ പലപ്പോഴും അസൂയയും അതിശയവും തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ശക്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനും വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി മനസ്സുകൊണ്ട്, അതായത് ശരീരം കൊണ്ട് വളരെയധികം ദൂരത്താണെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇവിടെ തീർത്തും ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ പല രീതിയിലും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് വളരെയധികം സ്വകാര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന രീതിയിൽ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ ഇത്രയും കാലം ഒളിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെയും വളരെ പേടിച്ചും ഭയന്നും ഒക്കെ ആയിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കണം എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ പല രീതിയിലും ഏത് വഴിയിലൂടെ നോക്കുകയാണെങ്കിൽ പോലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനഃശക്തിയാണ് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് വളരെയധികം മണ്ടത്തരമായി പോയി എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ ദിനം പ്രതി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ വന്ന ചില പാഠങ്ങൾ, ചില മോശപ്പെട്ട അവസ്ഥകളിലൂടെ അതിലൂടെ പല പാഠങ്ങൾ പഠിക്കുകയും അങ്ങനെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്ത ഒരു രീതിയായിട്ട് കാണപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു ബന്ധത്തിലേക്ക് ഒരുപക്ഷെ ഈ വ്യക്തി പോയിട്ടുണ്ടാകാം, നിങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ മറവിൽ നിർത്തിക്കൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ മറ്റാരുടെ കൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ടാകാം. പക്ഷെ അതിലൊന്നും ഈ വ്യക്തിക്ക് സംതൃപ്തിപ്പെടാനോ അല്ലെങ്കിൽ തൃപ്തിപ്പെടാനോ സന്തോഷം കണ്ടെത്താനോ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർത്തും ഈ വ്യക്തിയുടെ സോള് നിങ്ങളുടെ സോളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് തീർത്തും നിങ്ങളുടെ വിജയമാണ്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുവാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് വേർപെട്ട് താമസിക്കണം, അതായത് നിങ്ങളുമായിട്ട് വേറൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ മാറി താമസിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ശത്രുക്കളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് പല രീതിയിലും പല ഭാവത്തിലും പല രീതികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഈ വ്യക്തി അത് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പല രീതിയിലും ഈ വ്യക്തിയെ നെഗറ്റീവായിട്ട് ബാധിച്ചത് കൊണ്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇത്ര മോശാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ടും തന്നെ ഈ വ്യക്തി അത്തരക്കാരെ മനസ്സിലാക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം മറ്റുള്ളവരിൽ നിന്നും എന്നേക്കുമായിട്ട് അകന്നു നിൽക്കുക എന്നുള്ളത് ഈ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എങ്കിൽ പോലും അതാണ് ഏറ്റവും സുരക്ഷയായിട്ടുള്ള തീരുമാനമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു സന്ദേശത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരത്തിനോ വേണ്ടി തന്നെയാണ്. പക്ഷെ നിങ്ങളാണെങ്കിൽ ഒറ്റയാൾ തപസ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് നേരെ നിശബ്ദത പാലിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ വ്യക്തി നിരന്തരം നിങ്ങൾക്ക് മെസ്സേജുകളോ അല്ലെങ്കിൽ നേരിട്ട് സംഭാഷണം നടത്താനായിട്ട് ശ്രമങ്ങളോ നടത്തുന്നുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും വീണു പോകാതെ, താല്പര്യപ്പെടാതെ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് വളരെ കോൺഫിഡൻസോട് കൂടി, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും പ്രത്യേകത ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളിലെ ഈ ഒരു പ്രത്യേകതയും കരുത്തും തന്നെയാണ് ഈ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നു. അത് മാത്രമല്ല, വളരെയധികം സോൾ കണക്ഷൻ നമുക്കിതിൽ നിന്നും രുചിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർത്തും വെറുതെ ഒരു പ്രണയബന്ധമായി അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന് ഇനി അങ്ങോട്ട് പിരിഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ വരേണ്ട ഒരു ബന്ധമല്ല ഇത്. തീർത്തും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുകയും അത് പരിപൂർണമായിട്ട് ആസ്വദിക്കുകയും
അത് ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും വേണ്ട ഒരു ബന്ധമാണിത്. കേവലം മറ്റുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ചെറിയ കാലഘട്ടത്തേക്കോ ചെറിയ ആഴ്ചകളിലേക്കോ മാസങ്ങളിലേക്കോ മാത്രം ചുരുങ്ങി കേവലം ഒരു ബന്ധമാക്കി മാറ്റാനല്ല. ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ എത്രയും കാലം കൂടെ ജീവിക്കാൻ സാധിക്കും, അത്രയും കാലം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇച്ഛാശക്തിയോട് കൂടിയും കാര്യക്ഷമതയോട് കൂടിയും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ഈ വ്യക്തിയുടെ സോളിന് തോന്നിക്കുന്നതും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും. ഒരുപക്ഷെ മറ്റുള്ളവർ പോലും, അതായത് നിങ്ങളുടെയോ ഈ വ്യക്തിയുടെയോ സുഹൃത്തുക്കൾ പോലും പറയുന്നുണ്ടാകാം, നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് വളരെയധികം മാറ്റമുണ്ട്, അല്ലെങ്കിൽ വളരെയധികം പ്രത്യേകതയുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കും അത് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാകാം. അപ്പൊ അത്രയും ഒരു ബന്ധമുള്ള, അല്ലെങ്കിൽ അത്രയും ഒരു പവിത്രത, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നു. പക്ഷെ കുറച്ചധികം വിഷമമേറിയ അല്ലെങ്കിൽ വ്യസനിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും മനം മടുക്കാതെ വീണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകൾ തമ്മിലാണ് വീണ്ടും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം ഈ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തി പഴിച്ച് നിൽക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ നിങ്ങളിലേക്ക് മാത്രമാകാനും നിങ്ങളിലേക്ക് മാത്രം വരാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ ഇന്നത്തെ വായന. എല്ലാവർക്കും റിയൂണിയൻ നടക്കട്ടെ എന്നും ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം തേടി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നും യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.